നമ്മുടെ ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെന്റിലെ സിദ്ധാർത്ഥ് ഒരിടത്ത് പോയിട്ടുണ്ട്. അവിടേക്ക് നമുക്കും പോകാം. മനോഹരമായ കാഴ്ച കണ്ടിട്ട് വന്നാലോ? ഉറപ്പായി. ഇനി നമ്മൾ പോകുന്നത് പൈതൃക ഗ്രാമമായ ആറന്മുളയിലേക്കാണ്. പാർത്ഥസാരഥിയുടെ നാട്ടിൽ ഇത് വള്ളസദ്യയുടെ കാലമാണ്. വിഭവങ്ങളിലെ സമ്പന്നത കൊണ്ടും ആചാരപ്പെരുമയാലും ലോക പ്രശസ്തമായ ആറന്മുള വള്ളസദ്യയുടെ വിശേഷങ്ങളിലേക്ക് നമ്മുടെ ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെന്റിലെ സിദ്ധാർത്ഥ് ഈ വള്ളസദ്യയൊക്കെ പോയി കഴിച്ചിട്ടുണ്ട്. മനോഹരമായ ദൃശ്യങ്ങളും പകർത്തിയിട്ടുണ്ട്. പ്രേക്ഷകരെ, നമുക്ക് കൂടി ആ ദൃശ്യങ്ങളൊന്ന് കാണാം. നിങ്ങള് വള്ളസദ്യ കണ്ടിട്ടുണ്ടോ? കയറി നിന്ന് ഉറിയിൽ നിന്നു കവർന്നെടുത്ത ആ ഉരുൾ വെണ്ണ താളവും മേളവും ഭക്തിയും ഒപ്പം പമ്പാ നദിയുടെ ആവേശവും ഒന്നിച്ചൊഴുകുന്ന നമ്മുടെ സ്വന്തം ആറന്മുള വള്ളസദ്യ. അൻപത്തിരണ്ട് കരക്കാരും 52 പള്ളിയോടങ്ങളും 72ഓളം ദിവസം നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയൊരു ഓണാഘോഷം. ഹേ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സിദ്ധു. വെൽക്കം ബാക്ക്. വള്ളസദ്യയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഈ മണ്ണിലെ ഐതിഹ്യവും നമ്മൾ അറിഞ്ഞിരിക്കണം. മഹാഭാരതത്തിലെ മധ്യമ പാണ്ഡവനായ അർജുനൻ പ്രതിഷ്ഠിച്ചതാണ് ഇവിടുത്തെ വിഗ്രഹം. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ ഗീതോപദേശം നൽകിയ അതേ പൂർണ്ണ രൂപത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടുത്തെ പാർത്ഥസാരഥി. കേരളത്തിൽ തന്നെ ഏറ്റവും വലിപ്പമേറിയ വിഗ്രഹങ്ങളിൽ ഒന്നാണിത്. നിലയ്ക്കലിൽ നിന്നും 6 മുളകൾ ചേർത്തു കെട്ടിയ ചങ്ങാടത്തിൽ ഭഗവാൻ പമ്പാ നദിയിലൂടെ ഇവിടെ എത്തിച്ചേർന്നു എന്നാണ് ചരിത്രം. അങ്ങനെയാണ് ഈ നാടിന് ആറന്മുള എന്ന പേര് വന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാടാണ് വള്ളസദ്യ. പണ്ട് ഈ ദേശത്ത് കുട്ടികൾക്കായി നടത്തിയിരുന്ന തേച്ചുകുളി സദ്യയിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. പിന്നീട് പള്ളിയോട സേവാ സംഘം ഇത് ഏറ്റെടുക്കുകയും ഒരു വലിയ ഉത്സവമാക്കി മാറ്റുകയും ചെയ്തു. കൂടുതലും സന്താന സൗഭാഗ്യത്തിനും ആഗ്രഹ സാഫല്യത്തിനുമാണ് ഭക്തർ ഈ വഴിപാട് കഴിപ്പിക്കുന്നത്. ഒരു വള്ളസദ്യ നടത്താൻ ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം ചിലവ് വരും. ആദ്യം 10,000 രൂപ നൽകി പള്ളിയോട സേവാ സംഘത്തിൽ രജിസ്റ്റർ ചെയ്യണം. ശേഷം ഏത് കരയിലെ വള്ളമാണോ വേണ്ടത് ആ വള്ളക്കരയിൽ നേരിട്ട് പോയി അവരെ ക്ഷണിക്കണം. സദ്യയുടെ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പൂജിച്ച മാലയും വെറ്റിലപ്പാക്കും വള്ളക്കരയിൽ എത്തിച്ച് പള്ളിയോടത്തിൽ ചാർത്തി അവരെ യാത്രയയക്കും. കത്രക്കടവിൽ നിന്നും പുറപ്പെട്ട നമ്മുടെ പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിലേക്ക് എത്തിക്കഴിഞ്ഞു. കരക്കാർ വരുന്നത് വെറുതെ അല്ല കേട്ടോ. അവർക്കൊപ്പം ഭഗവാൻ പാർത്ഥസാരഥിയും വരുന്നുണ്ട് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ അഷ്ടമാംഗല്യവും താലപ്പൊലിയും വാദ്യമേളങ്ങളുമായി വലിയൊരു ആചാരങ്ങളോടെയാണ് ഇവരെ സ്വീകരിക്കുന്നത്. ശേഷം ഇവർ ക്ഷേത്രത്തിനെ വലം വച്ച് വള്ളപ്പാട്ട് പാടി നേരെ സദ്യപന്തലിലേക്ക് നീങ്ങും.
ഇനിയാണ് നമ്മൾ കാത്തിരുന്ന ആ ഒരു നിമിഷം. ഇതാണ് ആറന്മുള വള്ളസദ്യ. സാധാരണ സദ്യ പോലെ അല്ല ഗൈസ് ഇത്. ഇലയിട്ട ഉടനെ 44 കൂട്ടം വിഭവങ്ങൾ നമുക്ക് മുന്നിലെത്തും. ബാക്കി 20ഓളം വിഭവങ്ങൾ വള്ളക്കാർ പാട്ട് പാടി ചോദിച്ചു വാങ്ങണം. ഗോപികമാരുടെ വീടുകളിൽ നിന്നും കണ്ടുപിടിച്ച് ആ കുറുവെണ്ണ അടിയന് കുടമോടെ തന്നിടയണം എന്നിങ്ങനെ മനോഹരമായ വരികളിലൂടെ അവർ ഓരോ കറിയും പാടി ചോദിക്കുന്നത് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. പായസമേ അതുകൊണ്ട് സദ്യയെല്ലാം കഴിഞ്ഞ് വള്ളക്കാർ വഴിപാടുകാരെയും കുടുംബത്തെയും ഭഗവാന്റെ നാമത്തിൽ അനുഗ്രഹിക്കും. അതിനുശേഷം രാവിലെ നിറച്ചുവച്ച നിറപറ മറിക്കുന്ന ചടങ്ങുമുണ്ട്. സദ്യ കഴിഞ്ഞാൽ വന്ന കടവിലൂടെ തന്നെ അവരെ യാത്രാമംഗളങ്ങൾ നേർന്ന് യാത്രയയക്കും. മംഗളം ദേവദേവേശം എന്ന വരികളിലൂടെ ഈ ചടങ്ങ് അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സും നിറയും. ഭക്തിയുടെയും പരമ്പരാഗത രുചികളുടെയും മനോഹരമായ സംഗമമാണ് ആറന്മുള വള്ളസദ്യ. വെറുമൊരു സദ്യ എന്നതിലുപരി വഞ്ചിപ്പാട്ടിന്റെ ഈണവും ഇലയിലെ സമൃദ്ധിയും ചേർത്ത് ഓരോ ഭക്തന്റെയും മനസ്സു നിറയ്ക്കുന്ന അപൂർവ അനുഭവമാണിത്. നമ്മുടെ മഹത്തായ പൈതൃകവും ഒത്തൊരുമയും വിളിച്ചോതുന്ന ഈ ദിവ്യാനുഭവം എന്നും മനസ്സിൽ നിലനിൽക്കും.